റീസ്റ്റോറേഷൻ വീഡിയോസിനായിട്ടുള്ള സാധനങ്ങളൊക്കെ തപ്പി നമ്മൾ ഈ തവണ ആക്രിക്കട ചെന്നപ്പോൾ നമുക്ക് ഈ ഒരു വെറൈറ്റി ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. ഇത് മൈക്രോമാക്സിന്റെ പഴയൊരു മോഡൽ ഗെയിം പ്ലെയർ ആണ്. ഇത് ഗെയിം കളിക്കാനും അതുപോലെ ഇതിൽ ക്യാമറയുണ്ട്, സൗണ്ട് റെക്കോർഡിംഗ് ഓപ്ഷൻ ഉണ്ട്, അതുപോലെ ഇതിനകത്ത് മെമ്മറി കാർഡ് വീഡിയോ കാണാനും പാട്ട് കേൾക്കാനും എല്ലാം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഗെയിം പ്ലെയർ ഞാനിവിടെ 50 രൂപ കൊടുത്താണ് ആക്രിക്കടയിൽ നിന്ന് മേടിച്ചത്. അപ്പോൾ ഈ ഒരു ഗെയിം പ്ലെയർ ഇത് മഴയൊക്കെ നനഞ്ഞ് കിടന്നതിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. ഡിസ്പ്ലേയുടെ സൈഡിൽ കൂടെയെല്ലാം നല്ല രീതിയിൽ തുരുമ്പുണ്ട്, അതുപോലെ നല്ല രീതിയിൽ അഴുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഡാമേജ് ആയ ഐറ്റം ആയിട്ട് കൂടി ഞാനിവിടെ മേടിക്കാനുള്ള കാരണം ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസ് ഒന്നും നമുക്ക് അധികം അങ്ങനെ കിട്ടാനില്ല. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ ബോർഡ് നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റുവാണെങ്കിൽ ഇത് നമുക്ക് TV ആയിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ടാണ് ഞാനിത് മേടിച്ചത്. പിന്നെ ഇത് ശരിയാക്കാൻ പറ്റിയില്ലെങ്കിലും 50 രൂപയിലേ പോകുള്ളൂ അങ്ങനെയും വിചാരിച്ചു. അങ്ങനെ ഈ ഒരു ഗെയിം പ്ലെയർ ഇത് ഞാനിവിടെ വീട്ടിൽ കൊണ്ടുവന്ന് അഴിച്ച് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോർഡിന് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ബോർഡിന് അങ്ങനെ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. അത് തന്നെ നമുക്ക് നല്ലൊരു പ്രതീക്ഷയാണ്. അതിൽ കാണുന്ന ഈ USB സോക്കറ്റ് നമുക്ക് വീഡിയോ ഔട്ടും അതുപോലെ ഓഡിയോ ഔട്ടും കിട്ടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഗെയിം പ്ലെയറിൻ്റെ ബോർഡ് റിപ്പയർ ചെയ്തെടുത്ത് അങ്ങനെയും വേണമെങ്കിൽ TV ആയിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. ഈ ഒരു ഗെയിം പ്ലെയറിൻ്റെ ഡിസ്പ്ലേക്കാണ് കൂടുതലായിട്ടും പ്രശ്നങ്ങൾ ബാധിച്ചേക്കുന്നത്. നടഞ്ഞൊക്കെ കിടന്നതിൻ്റെ ഫലമായിട്ടായിരിക്കണം ഈ ഡിസ്പ്ലേയുടെ സൈഡിലുള്ള ഫ്രെയിമെല്ലാം തുരുമ്പെടുത്ത് പോയി. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്കിതെല്ലാം അഴിച്ച് സെപ്പറേറ്റ് ആക്കിയിട്ട് ഓരോന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു പഴയ ബാറ്ററി ഇത് പൂർണ്ണമായിട്ടും കംപ്ലൈൻ്റ് ആയതാണ്. ഇത് നമ്മളിതിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഇതിൽ ഉപയോഗിച്ചിരുന്നത് 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി ആയിരുന്നു. അപ്പോൾ ഡിസ്പ്ലേ ഒക്കെ ഞാൻ LCD ക്ലീൻ ലിക്വിഡ് ഉപയോഗിച്ച് അത്യാവശ്യം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ പുറമെയുള്ള കവർ കാര്യങ്ങൾ ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് ഈ ഒരു ഗെയിം പ്ലെയറിൻ്റെ മെയിൻ ബോർഡാണ്. ഇത് നമ്മൾ WD-40 ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ ക്ലീൻ ചെയ്തെടുത്തേക്കുന്ന ഈ ഒരു ബോർഡ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്തൊക്കെയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ ഞാനിവിടെ ഈ ഒരു ബോർഡ് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് 2 പ്രശ്നങ്ങളാണ് ഈ ഒരു ബോർഡിൽ കണ്ടെത്താൻ സാധിച്ചത്. ഇതിലെ പവർ ഓൺ സ്വിച്ചും അതുപോലെ OK സ്വിച്ചും ഇത് രണ്ടും കംപ്ലൈൻ്റ് ആണ്. ഈ 2 സ്വിച്ചുകളും സ്റ്റക്ക് ആയിരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഈ ഒരു സെയിം മോഡൽ സ്വിച്ച് എൻ്റെ കയ്യില്ലാത്തതുകൊണ്ട് പഴയൊരു USB പ്ലെയറിൽ നിന്നാണ് എടുക്കേണ്ടി വന്നത്. അപ്പോൾ ഈ ഒരു USB പ്ലെയറിലെ സ്വിച്ചുകൾ നമ്മൾ നല്ലത് നോക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഗെയിം പ്ലെയറിലെ കംപ്ലൈൻ്റ് ആയ 2 സ്വിച്ചും മാറി നല്ല സ്വിച്ചുകൾ 2 ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടുത്തായിട്ട് ഈ ഒരു ബോർഡിലേക്ക് ഡിസ്പ്ലേയും അതുപോലെ ബാറ്ററിയും കണക്ട് ചെയ്ത് ഓൺ ചെയ്ത സമയത്ത് കറക്റ്റായിട്ട് ഓണായി വരുന്നുണ്ട്. ഡിസ്പ്ലേക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മഴയൊക്കെ നനഞ്ഞിടുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം. അങ്ങനെ ഫൈനലായിട്ട് നമ്മൾ ഈ ഒരു ഗെയിം പ്ലെയർ പഴയതുപോലെ എല്ലാം റീഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പാകത്തിനായിട്ട് അളവിലുള്ള ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ കാണുന്ന രീതിയിൽ 2 വയർ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നമുക്ക് ഫൈനലായിട്ട് ഈ ഒരു ഗെയിം പ്ലെയർ ഈ രീതിയിലാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.